ഇന്ന് വൈകിട്ട് 7 മണിക്ക് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ ബിഗ് ബോസിന്റെ വോട്ടിംഗ് റിസൾട്ടാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ബിഗ് ബോസ് എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മളിന്ന് 1 മണിക്ക് പുറത്തുവിട്ട വോട്ടിംഗ് റിസൾട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അനീഷിന് ഒന്നാം സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. അനുമോളുടെ ഒരു കുതിപ്പ് തന്നെയാണ് വോട്ടിംഗ് റിസൾട്ടിൽ നിന്ന് പ്രകടമാകുന്നത്. 32,438 വോട്ടുകളുമായി ഒന്നാം സ്ഥാനത്താണ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടിൽ അനുമോൾ എത്തിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള അനീഷിനേക്കാൾ 350 വോട്ടുകളാണ് അനുമോൾക്ക് കൂടുതലായിട്ടുള്ളത്. വോട്ടിംഗിൽ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് അനീഷ് അനുമോൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. നേരത്തെ ആദ്യ സ്ഥാനത്തായിരുന്ന അനീഷെങ്കിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് പുറത്തു വന്നിട്ടുള്ള റിസൾട്ടിൽ അനീഷ് രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. നെവിനും ഷാനവാസും തമ്മിലുള്ള ഒരു മത്സരമാണ് അടുത്തതായി കാണാനായി സാധിക്കുന്നത്. ഇന്ന് നമ്മൾ 1 മണിക്ക് പുറത്തുവിട്ട ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ടിൽ നെവിൻ 3-ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഈ സ്ഥാനം ഇപ്പോൾ ഷാനവാസ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 8,430 വോട്ടുകളുമായി ഷാനവാസാണ് ഇപ്പോൾ 3-ാം സ്ഥാനത്തുള്ളത്. 8,120 വോട്ടുകളുമായി നെവിൻ 4-ാം സ്ഥാനത്തുള്ളപ്പോൾ നൂറയ്ക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഇന്ന് 1 മണിക്ക് പുറത്തു വന്നിട്ടുള്ള റിസൾട്ടിൽ നൂറയ്ക്ക് 6-ാം സ്ഥാനത്തായിരുന്നുള്ള വോട്ടിംഗ് ഇന്ന് 5-ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. അക്ബർ 6-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ 6,430 വോട്ടുകളാണ് അദ്ദേഹത്തിനുള്ളത്. അവസാന സ്ഥാനത്ത് ആദില വീണ്ടും തുടരുകയാണ്. 3,400 വോട്ടുകൾ മാത്രമേ ആദിലയ്ക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ളൂ. ഫൈനൽ 5ലേക്ക് ആരൊക്കെയെത്തുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകർ. ഏതായാലും നിലവിലെ വോട്ടിംഗ് സ്റ്റാറ്റസുകൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ആദില പുറത്തു പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഫൈനൽ 5ലേക്ക് എത്തുന്ന 5 പേർ ആരൊക്കെയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ബിഗ് ബോസ് എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.